അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്റെ ഭോഷത്വം നിറഞ്ഞ വാക്കുകൾ മൂലം രക്ഷ എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, പകൽ സമയം ഞാൻ അങ്ങേ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ അങ്ങേ വിളിച്ചു, അങ്ങ് എനിക്കായി കാത്തിരുന്നില്ല. അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ അങ്ങയിൽ ആശ്രയിച്ചു, അവർ അങ്ങിൽ ശരണം വെച്ചു, അപ്പോൾ അങ്ങ് അവരെ രക്ഷിച്ചു. അങ്ങയുടെ പക്കൽ നിലവിളിച്ചതിനാൽ അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങിൽ ആശ്രയിച്ചതിനാൽ അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യരല്ല, കൃമിയാകുന്നു. മനുഷ്യരുടെ നിന്നാ വിഷയവും ജനങ്ങളുടെ പരിഹാസപാത്രവുമാകുന്നു. എന്നെ കണ്ടവരെല്ലാം എന്നെ അവഹേളിച്ചു. വികൃതമായ ആംഗ്യങ്ങളോടെ അവർ തലയാട്ടി. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. ഗർഭപാത്രം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. മുല കുടിക്കുന്ന കാലം മുതൽ എന്റെ പ്രത്യാശയും. ജനനത്തിൽ തന്നെ ഞാൻ അങ്ങേ കേൾപ്പിക്കപ്പെട്ടു. അമ്മയുടെ ഉദരം മുതൽ അങ്ങ് എന്റെ ദൈവമാകുന്നു. അങ്ങ് എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ദുരിതം അടുത്തെത്തിയിരിക്കുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. വെള്ളം പോലെ ഞാൻ ഒഴുക്കപ്പെട്ടു. എന്റെ അസ്ഥികളെല്ലാം ചിതറിക്കപ്പെട്ടു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി. എന്റെ കുടലുകൾ ജീർണിച്ചു തുടങ്ങി. എന്റെ ശക്തി കുശവന്റെ മൺപാത്രം പോലെ ഉണങ്ങി വരണ്ടു. എന്റെ നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു.
മരണത്തിന്റെ പൂഴിയിൽ അങ്ങ് എന്നെ വലിച്ചെറിഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം എണ്ണാനായി അവർ എന്നെ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ നറുക്കിട്ടു. കർത്താവേ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാഗിയായ എന്നെ നായ്ക്കളിൽ നിന്ന് മോചിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അഹങ്കാരിയുടെ കൊമ്പിൽ നിന്ന് എളിയവനായ എന്നെ വിടുവിക്കണമേ. സഹോദരനോട് അങ്ങയുടെ നാമം ഞാൻ പ്രഘോഷിക്കും. സമൂഹമധ്യേ അങ്ങേ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ അവിടുത്തെ ഭയപ്പെടുവിൻ. ദരിദ്രന്റെ നിലവിളി അവിടുന്ന് നിരസിച്ചില്ല, അത് അവഗണിക്കുകയും ചെയ്തില്ല. അവനിൽ നിന്ന് മുഖം തിരിച്ചില്ല, അവൻ വിളിച്ചപ്പോൾ അവിടുന്ന് ശ്രവിച്ചു. വലിയ സമൂഹത്തിൽ എന്റെ മഹത്വം അങ്ങയുടെ പക്കൽ നിന്നാകുന്നു. ഭക്തർ കാണുക എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവിടുത്തെ സ്തുതിക്കും. സംതൃപ്തരായി എന്നും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവിടുത്തെ പക്കലേക്ക് തിരിയട്ടെ. തലമുറകളെല്ലാം തിരുമുൻപിൽ പ്രണമിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം കർത്താവിൻ്റെതാകുന്നു, ജനതകളുടെ അധിപനും അവിടുന്നാകുന്നു. ഭൂമിയിൽ വിശപ്പ് അനുഭവിക്കുന്നവർ ഭക്ഷിക്കുകയും കർത്താവിനെ പ്രണമിക്കുകയും ചെയ്യട്ടെ. മണ്ണിലേക്ക് മടങ്ങുന്നവരെല്ലാം തിരുമുമ്പിൽ കുമ്പിടട്ടെ. എന്റെ ആത്മാവ് കർത്താവിനായി ജീവിക്കുന്നു. കർത്താവിനെ സേവിക്കുന്ന സന്തതി തലമുറ തോറും അവിടുത്തെ പ്രഘോഷിക്കട്ടെ. കർത്താവിന്റെ നീതിയും അവിടുത്തെ ചെയ്തികളും ഭാവി തലമുറയെ അവർ അറിയിക്കും. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സമർത്ഥമായ പുൽത്തകടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമേകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ ആനയിക്കുന്നു. തിരുനാമത്തെ പ്രതി എന്റെ ആത്മാവിനെ നീതിയുടെ മാർഗത്തിലൂടെ അവിടുന്ന് നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും അങ്ങ് എന്നോട് കൂടെയുള്ളതിനാൽ അനർത്ഥമൊന്നും ഞാൻ ഭയപ്പെടില്ല. അങ്ങയുടെ ചെങ്കോലും വടിയും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അങ്ങ് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസിൽ തൈലം പൂശുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിന്റെ ഭവനത്തിൽ ദീർഘനാൾ ഞാൻ വസിക്കേണ്ടതിന് അങ്ങയുടെ കൃപയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരട്ടെ. ഭൂമിയും അതിലെ സമസ്തവും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. ആഴിയിൽ അവിടുന്ന് അതിന് അടിത്തറയിട്ടു, നദികളിൽ അതിനെ ഉറപ്പിച്ചു. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആരു നിൽക്കും? ശുദ്ധമായ കരങ്ങളുള്ളവനും ഹൃദയത്തിൽ നൈർമല്യമുള്ളവനും കള്ളസത്യം ചെയ്യാത്തവനും വ്യാജമായ ശപഥം ചെയ്യാത്തവനും അവർ കർത്താവിൽ നിന്ന് അനുഗ്രഹവും രക്ഷകനായ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. യാക്കോബിന്റെ ദൈവമേ, അങ്ങയുടെ മുഖദർശനം തേടുകയും അങ്ങിൽ ശരണപ്പെടുകയും ചെയ്യുന്ന തലമുറ ഇതാകുന്നു. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ ഈ രാജാവ് ആരാണ്? പ്രബലനും ശക്തനുമായ കർത്താവാണ്, ധീരനും യോദ്ധാവുമായ കർത്താവാണ്. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ ഈ രാജാവ് ആരാണ്? ബലവാനായ കർത്താവാണ്, എന്നേക്കും ആരാധ്യനായ രാജാവ് അവിടുന്നാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. താതൻ തന്നുടെ പ്രിയപുത്രി, ദൈവസുതൻ തൻ മാതാവേ, റൂഹാ തന്നുടെ ആലയമേ, സകല ചരാചര സൃഷ്ടികളും നിന്നെ വണങ്ങുന്നാദരവിൽ. എന്തെന്നാൽ നീ ദൈവത്തിൻ മഹിമാപൂരിത ഭവനം താൻ. അത്യുന്നതനുടെ ഉന്നതമാം വാസനിവേദനമെന്നതുപോൽ ശുദ്ധിയെഴുന്നൊരു മന്ദിരവും ദേവാലയവും നീയല്ലോ. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം തൃക്കരമതിനാലെ മുദ്രിതമാക്കി കാത്തിടും. ജീവൻ ചൊരിയും നീരുറവേ, സുഹൃതാലങ്കൃത പൂവനവും തനയന വിശ്രമമേകാനായി പുഷ്പം കൊണ്ടു മനഞ്ഞോരാ മഹിതം ശയ്യയുമിന്നും നീ. ചിറകിൻ കീഴിൽ കാത്തിവരെ സുതനുടെ സവിധേ ചേർക്കണമേ. നിൻ സുതനീശോ തിരുസഭയിൽ തുണയും കൃപയും ഒഴുക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹാ കർത്താവേ, ആരാധകരാം ഞങ്ങളെ നീ തൃക്കൺ പാർക്കണമലിവോടെ. അഭയം നിന്നിൽ തേടുമിവർ നിൻ സ്തുതിഗീതം പാടാനായി. ജീവനിടും നിൻ മാർഗത്തിൽ നിതരാമിവരെ നയിക്കണമേ. രക്ഷകനാം നിൻ മാതാവിൻ പ്രാർത്ഥനയാൽ നിൻ പ്രിയരിവരെ ആപത്തുകളിൽ നിന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ. പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൈവദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരേക്കാൾ ശ്രേഷ്ഠനാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? വീണ്ടും തൻ്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുത്രനെപ്പറ്റി പറയുന്നു, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരേക്കാൾ അധികമായി സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവെ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവയൊക്കെ നശിക്കും, അങ്ങ് മാത്രം നിലനിൽക്കും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും. വസ്ത്രം പോലെ അവ മാറ്റപ്പെടും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഏതു ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവരുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.